ഹമാസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഹമാസ് സ്വന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചത്തതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച കഥയല്ല, മറിച്ച് ഹമാസിനുള്ളിൽ തന്നെയുള്ള ഹമാസ് ഭീകരരെ കൊന്നൊടുക്കിയ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസ് സ്വർഗ്ഗബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ആരോപിച്ച്, അതായത് സ്വർഗാനുരാഗത്തിൽ ഏർപ്പെട്ടു എന്ന് ആരോപിച്ചാണ് തങ്ങൾക്കുള്ളിൽ തന്നെയുള്ള 96 പേരെ ഇപ്പോൾ വലിയ രീതിയിൽ ടോർച്ചർ ചെയ്ത് കൊന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അവരെ അങ്ങ് പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തതായാണ് പുറത്തു വന്ന രേഖകൾ കാണിക്കുന്നതെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. അത് പറയുന്നതനുസരിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന IDF കണ്ടെടുത്ത ഫയലുകൾ, അതായത് IDF ആണ് ഈ ഫയലുകൾ കണ്ടെടുത്തത്. ഈ കണ്ടെടുത്ത ഫയലുകളിൽ ഇറാൻ പിന്തുണയുള്ള ഈ തീവ്രവാദ സംഘടനയുടെ കർശനമായ പ്രത്യയശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതായത് ഹമാസിൽ പ്രവർത്തിക്കാൻ ഒരാൾക്ക് വേണ്ട മാനദണ്ഡം അത് എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഇസ്രായേൽ ഇവരുടെ ഫയലുകൾ കണ്ടെത്തി പരിശോധിച്ചപ്പോൾ അതിനകത്ത് നിന്നും കിട്ടിയ രേഖകളാണ്. അതിൽ പറയുന്ന മാനദണ്ഡങ്ങളിൽ ധാർമ്മികമായിട്ടുള്ള പരിശോധന എന്ന് പറയുന്ന ഒരു പരിശോധനാ ഫയൽ ഉണ്ടായിരുന്നു. ആ പരിശോധനാ ഫയലിലാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗ ലൈംഗികതയിൽ ഏർപ്പെടാൻ പാടില്ല, സ്വർഗ്ഗ ലൈംഗിക സംഭാഷണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് ഇസ്ലാമിന് വിരുദ്ധമായതുകൊണ്ട് തന്നെയാണ്. സ്വർഗ്ഗമായിട്ടുള്ള ലൈംഗികതയിൽ ഏർപ്പെടുന്ന ആരായിരുന്നാലും അയാൾ കൊല്ലപ്പെടേണ്ട ആളാണ് എന്നുള്ളതാണ് ആദ്യത്തെ മാനദണ്ഡം. അത് ആരായിരുന്നാലും ശരി തന്നെയാണ്. രണ്ടാമത്തത് നിയമപരമായ ബന്ധമില്ലാതെ പെൺകുട്ടികളുമായി പ്രണയത്തിലാകൽ, അതായത് വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടിയുമായും പ്രണയത്തിലാകാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്. പോരാത്തതിന് ആ പെൺകുട്ടി ഒരു മുസ്ലിം അല്ലെങ്കിൽ പോലും കൊല്ലപ്പെടും എന്നുള്ളതാണ്. സോഡോമിയാണ് മൂന്നാമത്തത്. എന്നിങ്ങനെയുള്ള വിവിധ കുറ്റകൃത്യങ്ങളിൽ കുറ്റാരോപിതരായിട്ടുള്ള 96 പേരെയാണ് ഹമാസ് അംഗങ്ങളെയാണ് ഇപ്പോൾ കൊന്നൊടുക്കിയിരിക്കുന്നത് എന്നാണ് രേഖകളിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇവയെ ബാലപീഡനം, പീഡനം എന്നീ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുമുണ്ട്. അതായത് കുട്ടികളെ പീഡിപ്പിക്കുന്ന ഹമാസ് ഭീകരരെയും കൊന്നൊടുക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവരെ ഹമാസിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ഇവർക്ക് വേറൊരു പേര് നൽകും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അസ്വീകാര്യൻ എന്നൊക്കെയാണ് അതിനെ പറയാൻ സാധിക്കുക. അതായത് ഹമാസിലേക്ക് എടുക്കാൻ ഇവരെ പറ്റില്ല, ഇവർ ഹമാസിന് അസ്വീകാര്യനായി മാറും. അങ്ങനെ അടയാളപ്പെടുത്തിയ റിക്രൂട്ട്മെന്റുകളെ ഹമാസിന്റെ രഹസ്യാന്വേഷണ സൈനികർ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയങ്ങളിൽ തുടരുന്നതിൽ നിന്ന് ഹമാസ് വിലക്കും. അതിനുശേഷമാണ് ഇവരുടെ വലിയ രീതിയിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കുക. തിരിച്ചറിഞ്ഞ പല വ്യക്തികളുടെയും വിധി എന്തായി എന്ന് ഇപ്പോൾ ഇസ്രായേലിന് അറിയില്ല. അങ്ങനെയുള്ള ഹമാസ് ഭീകരർ മരിച്ചു കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഗാസയിൽ സ്വർഗ്ഗരതി നിയമവിരുദ്ധമാണ്. അത് തടവറയിലേക്കോ വധശിക്ഷയിലേക്കോ നയിച്ചേക്കാമെന്നുള്ളതാണ്. സ്വർഗ്ഗ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ആരോപിച്ച് 2016 ഹമാസ് തങ്ങളുടെ സ്വന്തം കമാൻഡറായിട്ടുള്ള മഹ്മൂദ് ഇഷ്തവിയുടെ വധശിക്ഷയെക്കുറിച്ച് രേഖകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ കൂടെ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലായി. 1 വർഷത്തോളം ജയിലിൽ അയാളെ വലിയ രീതിയിൽ പീഡിപ്പിച്ചു. അതായത് മരണത്തെക്കാട്ടിലും വലിയ വേദന അയാൾക്ക് നൽകണം എന്നുള്ളതാണ് ഇവരുടെ നിയമം. അങ്ങനെ പീഡിപ്പിച്ച ശേഷം നെഞ്ചിൽ 3 വെടിയുണ്ടകൾ തറച്ചാണ് അയാൾ മരിച്ചത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൈകാലുകൾ ദീർഘനേരം തൂങ്ങിക്കിടക്കുന്നത് ഉൾപ്പെടെയുള്ള പല ശിക്ഷാവിധികളെക്കുറിച്ചും പറയുന്നു. അതായത് ഉറങ്ങുന്നത് പോലും തലകീഴായി കെട്ടിത്തൂക്കിയിട്ടാണ്. ഒരിക്കൽ പോലും കാല് തറയിലൂന്നി നിൽക്കാനായി സമ്മതിക്കില്ല. പിന്നീടുള്ള ശിഷ്ടകാല ജീവിതം അങ്ങനെ തന്നെയായിരിക്കും മരണം വരെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇസ്രായേൽ കണ്ടെടുത്ത ഫയലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.